പത്തനംതിട്ട ജില്ലയാണ്. സ്വാഭാവികമായും ഈ പമ്പയാറിലെ നീരൊഴുക്ക് കുറഞ്ഞത് അത് രൂക്ഷമാക്കിയിട്ടുണ്ട്. ഏകദേശം 26ലധികം കുടിവെള്ള പദ്ധതികളാണ് ഈ പമ്പയാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇതോടുകൂടി അവിടുത്തെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായിട്ടുണ്ട്. അതിരൂക്ഷമായ സാഹചര്യമാണ് പത്തനംതിട്ട നേരിടുന്നത്. വർഷകാലത്ത് കരകവിഞ്ഞൊഴുകിയ പമ്പയാറെന്ന് ചെറിയ നീർച്ചാലുകളായി മാറിയിരിക്കുന്നു. വേനൽ രൂക്ഷമായതോടെ പല സ്ഥലങ്ങളിലും നദി ഇടമുറിഞ്ഞ് നീരൊഴുക്ക് നിലച്ച സ്ഥിതിയിലാണ്. ജലവിതരണത്തിനായി പമ്പയാറ്റിൽ സ്ഥാപിച്ച പമ്പ് ഹൗസുകളിൽ ഒരിറ്റു വെള്ളം പോലും പമ്പ് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയായി. ഇതോടെ പമ്പയാറിൻ്റെ തീരം പങ്കിടുന്ന അയിരൂർ, ചെറുകോൽപ്പുഴ പഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ഇവിടെ ഇപ്പം ആറ്റിൽ വെള്ളമില്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ. ഇവിടെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടും കൂടി ഇപ്പം ജലത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ നടുക്ക് ഈ പുറ്റും മറ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നുമില്ല. പിന്നെ വല്ല പഞ്ചായത്തുകാരെ ഇടപെടുവാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കിട്ടുമായിരിക്കും. പിന്നെ ടാങ്കറിൽ ഇപ്പോൾ എങ്ങും വെള്ളമൊന്നും എത്തിക്കുന്നില്ല. ഇവിടെ ജനങ്ങൾ നല്ല ബുദ്ധിമുട്ടിൽ. പമ്പയാറ്റിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് കാട്ടൂർ, വാഴക്കുന്നം, കാഞ്ഞേറ്റുകര തുടങ്ങിയ പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ളമായി എത്തിക്കുന്നത്. എന്നാൽ നീരൊഴുക്ക് നിലച്ചതിനാൽ പല സ്ഥലങ്ങളിലും പമ്പിംഗ് സംവിധാനം നിലച്ച അവസ്ഥയിലാണ്. കുടിവെള്ളം ലഭിക്കാത്ത മേഖലകളിൽ പഞ്ചായത്ത് വെള്ളം എത്തിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങിയാണ് പലരും ഉപയോഗിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. അതാണ്